നിങ്ങൾ ദിവസവും നടക്കാൻ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ആദ്യം മെൽറ്റ് ആകുന്നത് ഈ പറയുന്ന ഫാറ്റ് അല്ല കേട്ടോ. അതിലും ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളാണ്. പക്ഷെ ഈ കാര്യങ്ങളാണ് പതുക്കെ പതുക്കെ നമ്മുടെ വെയിറ്റ് ലോസിലേക്കും ഉറക്കത്തിനെ നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ ഹാർട്ടിന്റെ ഹെൽത്തിനും എന്നിങ്ങനെ പറയുന്ന മറ്റു പല കാര്യങ്ങളിലേക്കും എത്തിക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങൾ പല ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നാൾ നടക്കാനായിട്ട് പോകും, എന്നിട്ട് പ്രത്യേകിച്ച് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന കുറെ ആളുകളും ഉണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ശരിക്കും മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് സ്ട്രെസ് മൂലം അല്ലെങ്കിൽ കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്യുക, കുറെ നേരം മൊബൈൽ ഫോൺ പിടിച്ചിരിക്കുക എന്നിങ്ങനെ പറയുന്ന പല ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ കൊണ്ട് ഈ നടത്തൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടേനും. അപ്പൊ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനായിട്ട് നേരില്ല, അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ദിവസത്തിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ശരിയായിട്ടുള്ള രീതിയിൽ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നടത്തം സ്ട്രോങ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ശരീരത്തിലും പതുക്കെ പതുക്കെ നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ഒരു മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ കാലറി കുറയാൻ മാത്രമല്ല കേട്ടോ, ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും ഹോർമോൺസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, സ്ട്രെസ് ലെവലിനെ നന്നായിട്ട് കുറയ്ക്കുക, ഹാർട്ടിനെ ഹെൽത്തി ആക്കി വെക്കുക എന്നിങ്ങനെ പറയുന്ന പല ചേഞ്ചസും ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ പുറത്തൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഉള്ളിൽ നടക്കുന്ന പതുക്കെ നടക്കുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ബ്രിസ്ക് വാക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, എന്താണ് ഈ ബ്രിസ്ക് വാക്ക്, അതുപോലെ നമ്മൾ നടക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സും, നമ്മൾ നടക്കുമ്പോൾ ആദ്യത്തെ ഒരു 24 മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുക, ഒരു 3 ദിവസത്തിലും 5 ദിവസം 7 ദിവസം എന്നിങ്ങനെ പറയുന്ന പല ഡ്യൂറേഷനിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന പല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ അറിവും ലഭിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ആദ്യം തന്നെ ഈ ബ്രിസ്ക് വാക്ക് എന്താന്ന് പറഞ്ഞുതരാം. പേര് കേട്ടിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളുണ്ടല്ലോ എല്ലാവരും നടക്കുന്നത് പല രീതിയിലാണ്. ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ട് നടക്കും, ചില ആൾക്കാർ കുറച്ച് സ്പീഡിൽ നടക്കും. പക്ഷെ ഒരു ബ്രിസ്ക് വാക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ വല്ലാതെ സ്പീഡും ഇല്ല, വല്ലാതെ സ്പീഡ് കുറവും ഇല്ല. നമ്മൾ നടക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിലാണ് നമ്മൾ നടക്കുക, പക്ഷെ ആ സമയത്ത് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും, പക്ഷെ നമുക്ക് പാട്ട് പാടാനായിട്ട് പറ്റില്ല. ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ, ആ ഒരു സ്പീഡിൽ നടക്കുന്നതിനെയാണ് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. കുറച്ചൊരു സ്പീഡ് ഉണ്ടാവും, നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്പീഡായിരിക്കും, പക്ഷെ നമുക്ക് പാട്ട് പാടാനായിട്ട് പറ്റില്ല ആ ഒരു സ്പീഡിൽ. അപ്പൊ ഈ ഒരു സ്പീഡിലാണ് നിങ്ങൾ നടന്ന് ശീലിക്കേണ്ടതും. ഇതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാക്കിംഗ് മെത്തേഡ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താ ഉണ്ടാകുക, നമ്മുടെ മസിൽസ് ആക്ടിവേറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ മസിൽസ് നമ്മുടെ ശരീരത്തിൽ എനർജീനെ ഉപയോഗിക്കും. അപ്പൊ എനർജി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് എന്താ ചെയ്യുക, പമ്പിങ് കുറച്ച് കൂടും. അതുപോലെ നമ്മുടെ ലങ്സിന് ഓക്സിജനെയും ആവശ്യം ഉണ്ടാകും. അപ്പൊ ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ബോഡി ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മോഡിലാണ് പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ തലച്ചോറുണ്ടല്ലോ, ഫീൽ ഗുഡ് ഹോർമോൺസ് ആയിട്ടുള്ള സെറോട്ടോണിൻ, ഡോപ്പമൈൻ പോലെയുള്ള ഫീൽ ഗുഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നടന്നു കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു ലൈറ്റ് ആയിട്ട് ഒരു ഒരു കുറച്ചൊരു ഹാപ്പിനെസ്, കുറച്ചൊരു മൈൻഡ് ഒക്കെ റിലാക്സ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ തലച്ചോറ് ഇത്തരത്തിലുള്ള ഫീൽ ഗുഡ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 24 മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ മൈൻഡിനെയാണ് അത് ചേഞ്ച് ചെയ്യിക്കുക. അതായത് നമ്മൾ കുറച്ചൊന്ന് റിഫ്രഷിങ് ആയതുപോലെ തോന്നും, മൈൻഡ് കുറച്ചൊന്ന് കാം ആയതുപോലെ, റിലാക്സിങ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമതായിട്ട് നമ്മുടെ ദഹനത്തിനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുക. അതായത് ദഹനം കുറച്ചൊന്ന് ഇംപ്രൂവ് ആകുന്നത് പോലെ, ദഹനം കുറച്ചൊന്ന് ശോധന നന്നായിട്ടൊന്ന് കൂടുന്നത് പോലെ, ഇതൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. മൂന്നാമതായിട്ട് ശരീരത്തിൽ ബ്ലഡ് ഷുഗറിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനും അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇതാണ് ആദ്യത്തെ ഒരു 24 മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന കുറച്ച് ചേഞ്ചസ്. ഇനി ഒരു 3 ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നടത്താൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറാനായിട്ട് തുടങ്ങും. രണ്ടാമതായിട്ട് നമ്മുടെ എനർജി ലെവലിനെ കുറച്ചൊന്ന് കൂട്ടും, കാരണം മസിൽസ് കുറച്ചും കൂടി ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കുറച്ചൊന്ന് എനർജി ലെവൽ നന്നായിട്ട് കൂട്ടാനും നന്നായിട്ട് ഉറക്കം കിട്ടാനും വളരെയധികം സഹായിക്കും. നിങ്ങളൊരു 5 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പതുക്കെ പതുക്കെ ഫാറ്റ് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. വലിയൊരു വെയിറ്റ് ലോസിന്റെ കാര്യം അല്ലാട്ടോ പറയുന്നത്, പതുക്കെ പതുക്കെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങളുടെ ഹാർട്ടിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുകയും, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും മസിൽസിൽ സ്റ്റിഫ്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പതുക്കെ പതുക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു നടത്തം ഒരാഴ്ചത്തെ കാൽക്കുലേഷൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ
വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അതായത് നിങ്ങളിപ്പോ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ഷീണം പോലെ എഴുന്നേൽക്കുന്ന ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ പടികൾ കയറുന്ന സമയത്ത് ക്ഷീണം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷീണം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ടും, ഒരു ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കുന്നത് പോലെ, കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടുന്നത് പോലെ, ശരീരത്തിൽ എന്തെങ്കിലും സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കുറഞ്ഞിട്ട് ശരീരം നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെയും എനർജി ലെവൽ കൂടുന്നതായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ കിട്ടും കേട്ടോ. വെറുതെ ഇങ്ങനെ കുറെ നടക്കുന്ന സമയത്ത് കുറെയൊക്കെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. ഇനി പല ആൾക്കാരും നടന്നിട്ട് റിസൾട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാ? അത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്തു വരുന്ന കുറച്ച് മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ. ഒന്നാമതായിട്ട് തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടല്ലോ കുറെ അധികം നടക്കും. അതായത് ഓവറായിട്ട് വാക്കിംഗ് ചെയ്യും. ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് കാഷ്വൽ ആയിട്ട് നടക്കുക. അതായത് എന്തൊക്കെയോ ഇങ്ങനെ കുറെ അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് 2 ദിവസം നടക്കും, 3 ദിവസം ബ്രേക്ക് എടുക്കും, 4 ദിവസം നടക്കും, 5 ദിവസം ബ്രേക്ക് എടുക്കും. അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് അല്ലാത്ത രീതിയിൽ നടക്കുന്നവരുണ്ട്. അടുത്തൊരു മിസ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ നടക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാം. ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവുകയാണ് ചെയ്യുക. മൈൻഡ് ഡിസ്ട്രാക്ട് ആവും, അതുപോലെ തന്നെ ബ്രീത്തിങ്ങിന്റെ റിതം പോവുകയും ചെയ്യും. അപ്പൊ ഇതിൽ നമ്മൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ റിസൾട്ട് ഒന്നും കിട്ടുകയും ചെയ്യില്ല. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു തെറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് നടക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾ ടൈം സെറ്റ് ചെയ്താൽ മതി. പതുക്കെ പതുക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ എന്നും നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻസി അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. മൂന്നാമതായിട്ട് രാവിലെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ എല്ലാവർക്കും സമയം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ ഒരു സമയത്തിനനുസരിച്ച് ദിവസവും നിങ്ങളൊരു 10 മുതൽ 15 മിനിറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ പതുക്കെ ടൈം കൂട്ടി കൂട്ടി ഒരു അരമണിക്കൂറിലേക്ക് വരെ കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിസ്ക് വാക്കിംഗ്, അതായത് നടക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രീത്തിങ് കുറച്ച് വേണം, അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു വാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. മുട്ടിലെ വേദനയുള്ളവരും നടുവിന് വേദനയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ ഒരു സ്പീഡിൽ നിങ്ങൾ നടക്കുക. പക്ഷെ കുറെ അധികം പ്രഷർ കൊടുക്കരുത്. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് വേണം നടക്കാനായിട്ട്. ആ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ജിമ്മിന് തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇത്തരത്തിലുള്ള ചെറിയ ഹാബിറ്റ്സ് ഉണ്ടല്ലോ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഒക്കെ കിട്ടുകയും ചെയ്യും. അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, അതായത് യോഗ ചെയ്യുന്നവരാണ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ പല ആളുകളും ഉണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവര്, പക്ഷെ നടക്കാനായിട്ട് ഒരു മടി കാണിക്കുന്നവരും ഉണ്ട്. അതായത് റിസൾട്ട് ഒന്നും കിട്ടില്ല, നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. സോ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.